ഞാനിപ്പോൾ നിൽക്കുന്നത് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള മസ്ജിദ് അംർ ഇബ്നു ആസിൻ്റെ മുന്നിലാണ്, കെയ്റോയിലാണ്. ഈ പള്ളിയാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ പള്ളി. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ആണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഈജിപ്റ്റ് കീഴടക്കുന്നത്. ഈജിപ്റ്റ് കീഴടക്കി ആദ്യം നിർമ്മിച്ച പള്ളിയാണ്, അഥവാ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ പള്ളി. ഈ പള്ളി വളരെ പ്രത്യേകതകളുള്ള പള്ളിയാണ്. പ്രത്യേകിച്ച് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു നിരവധി കാലം ദർസ് നടത്തിയ, ഒരുപാട് വലിയ പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയ, ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് ഈ സ്ഥലം, ഈ പള്ളി. ഇവിടെ വെച്ചാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ദർസ് നടത്തിയിരുന്നത്. നമുക്ക് പള്ളിയുടെ ഉള്ളിലേക്ക് പോയി നോക്കാം. تخسر الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان خلق الإنسان من صلصال كالفخار وخلق الجان من مارج മസ്ജിദ് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു. آلاء ربكما تكذبان رب المشرقين ورب المغربين. മസ്ജിദ് അംർ ഇബ്നു ആസ് പള്ളിയുടെ ഉൾഭാഗമാണിത്. വലിയ വിശാലമായ പള്ളിയാണ്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്ത് കീഴടക്കിയ ഉടനെ ആദ്യമായി ഒരു പള്ളി നിർമ്മിച്ചു. അതുപോലെ അന്ന് ഈ ഈജിപ്തിൻ്റെ തലസ്ഥാനമായിരുന്ന അലക്സാൻഡ്രിയ, അത് പിന്നീട് ഇസ്ലാമിക ഭരണം വന്നപ്പോൾ ഫുസ്താദ് എന്ന സിറ്റിയായി ഇതിൻ്റെ തലസ്ഥാനമായി മാറി. ഫുസ്താദ് എന്ന സിറ്റി ഈ പള്ളിയുടെ തൊട്ടടുത്താണ്. അത് പിന്നീട് വലിയൊരു തീപിടുത്തത്തിൽ കത്തി നശിക്കുകയാണ് ചെയ്തത്. പള്ളിയുടെ നടുവിലുള്ള ഒരു ഭാഗം കണ്ടില്ലേ, വളരെ ഭംഗിയായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ പള്ളിയുടെ പരിസരം മൊത്തത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഥവാ മുസ്ലിം തലസ്ഥാനമായിരുന്ന ഫുസ്താദ് സിറ്റി, ഇതിൻ്റെ തൊട്ടടുത്തുള്ള സിറ്റിയിലും വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ويبقى وجه ربك ذو الجلال والإكرام